ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് 2025 PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? എവിടെയാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്? ഓപ്ഷൻ എ ആനയറ. എവിടെയാണ്? ആനയറയിലാണ് കൃഷി വകുപ്പിന്റെ നിയന്ത്രണത്തിലുള്ള കേരളത്തിലെ ആദ്യത്തെ അഗ്രി എക്സ്പോ സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആനയറ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ് ആനയറ സ്ഥിതി ചെയ്യുന്നത്. അഗ്രി എക്സ്പോ സെന്റർ നടപ്പിലാക്കുന്നത് കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനിയാണ്. ഏതാണ്? കൃഷി വകുപ്പിന്റെ കീഴിലുള്ള കേരള അഗ്രോ ബിസിനസ് കമ്പനിയാണ് അഗ്രി എക്സ്പോ സെന്റർ നടപ്പിലാക്കുന്നത്. കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ക്യാൻസർ ബോധവൽക്കരണം. എന്താണ്? ക്യാൻസർ ബോധവൽക്കരണമാണ് കേരള സർക്കാർ 2025 ഫെബ്രുവരിയിൽ തുടക്കമിട്ട ആരോഗ്യം ആനന്ദം എന്ന പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ക്യാൻസറിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുക, അസുഖം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക, വിവിധ ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളിൽ സ്ക്രീനിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും വേണ്ട സഹായങ്ങൾ നൽകുക. എന്തൊക്കെയാണ് ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ? ക്യാൻസറിനെ കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കുക, അസുഖം പ്രാഥമിക ഘട്ടത്തിൽ കണ്ടെത്തി ചികിത്സ ഉറപ്പാക്കുക, വിവിധ ആരോഗ്യ പരിരക്ഷാ കേന്ദ്രങ്ങളിൽ സ്ക്രീനിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക, ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കാനും പ്രതിരോധിക്കാനും വേണ്ട സഹായങ്ങൾ നൽകുക എന്നതൊക്കെയാണ് ആരോഗ്യം ആനന്ദം എന്ന പദ്ധതിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം ഏതാണ്? ഓപ്ഷൻ സി ആദിത്യ L1. ഏതാണ്? ആദിത്യ L1 ആണ് സൂര്യനെ കുറിച്ച് പഠിക്കുവാൻ ISRO വിക്ഷേപിച്ച ബഹിരാകാശ പേടകം. എന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? 2023 സെപ്റ്റംബർ 2. എന്നാണ്? 2023 സെപ്റ്റംബർ 2 ആദിത്യ L1 വിക്ഷേപിച്ചത്. ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം ഏതാണ്? PSLV C-57. ഏതാണ്? PSLV C-57 ആണ് ആദിത്യ L1 വിക്ഷേപിച്ച വാഹനം. എവിടെ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്? സതീഷ് ധവാൻ സ്പേസ് സെന്റർ. എവിടെ നിന്നാണ്? ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് ആദിത്യ L1 വിക്ഷേപിച്ചത്. അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ് എന്താണ്? ഓപ്ഷൻ ഡി മാൽവെയർ. എന്താണ്? മാൽവെയർ ആണ് അടുത്തിടെ വാർത്തകളിൽ കണ്ട സ്നോ ബ്ലൈൻഡ്. ഇതിന്റെ പ്രവർത്തനം എന്താണ്? കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ തകർക്കാനും ഡാറ്റ മോഷ്ടിക്കാനും ഇത് ഉപയോഗിക്കുന്നു. എന്താണ്? കമ്പ്യൂട്ടർ സംവിധാനങ്ങളെ തകർക്കാനും ഡാറ്റ മോഷ്ടിക്കാനും ഇത് ഉപയോഗിക്കുന്നു. കൂടാതെ പ്രധാനമായും സൈബർ ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ ആണിത്. എന്താണ്? പ്രധാനമായും സൈബർ ആക്രമണങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു ടൂൾ ആണിത്. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആര്? കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ബി മുരളി ചീരോത്ത്. ആരാണ്? മുരളി ചീരോത്താണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. കേരള ലളിതകലാ അക്കാദമി എന്നാണ് നിലവിൽ വന്നത്? 1962. എന്നാണ്? 1962 കേരള ലളിതകലാ അക്കാദമി സ്ഥാപിക്കപ്പെട്ടത്. കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? ചെമ്പുക്കാവ്. എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുക്കാവാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം. കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി ആരാണ്? N ബാലമുരളി കൃഷ്ണൻ. ആരാണ്? N ബാലമുരളി കൃഷ്ണനാണ് കേരള ലളിതകലാ അക്കാദമിയുടെ നിലവിലെ സെക്രട്ടറി. 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം ആര്? ഓപ്ഷൻ എ നവ്ദീപ് സിംഗ്. ആരാണ്? നവ്ദീപ് സിംഗ് ആണ് 2024 പാരാലിമ്പിക്സിൽ പുരുഷ വിഭാഗം ജാവലിൻ ത്രോ F41 സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ കായിക താരം. 2024 പാരാലിമ്പിക്സിന്റെ വേദി ഏതായിരുന്നു? പാരീസ്. ഏതായിരുന്നു? ഫ്രാൻസിലെ പാരീസ് ആയിരുന്നു 2024 പാരാലിമ്പിക്സിന്റെ വേദി. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ച രാജ്യം ഏതായിരുന്നു? ചൈന. ഏതായിരുന്നു? ചൈനയായിരുന്നു 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഏറ്റവും കൂടുതൽ മെഡലുകൾ നേടിയ രാജ്യം.
ചൈനയ്ക്ക് 94 സ്വർണവും 76 വെള്ളിയും 50 വെങ്കലവും ടോട്ടൽ 220 മെഡലുകളാണ് ലഭിച്ചത്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 18. എത്രയായിരുന്നു? 18ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഇന്ത്യക്ക് ലഭിച്ചത് 7 സ്വർണവും 9 വെള്ളിയും 13 വെങ്കലവും ടോട്ടൽ 29 മെഡലുകളാണ്. 2024 പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ഫ്രിജിയൻ തൊപ്പി. ഏതായിരുന്നു? ഫ്രിജിയൻ തൊപ്പിയായിരുന്നു 2024 പാരീസ് പാരാലിമ്പിക്സിന്റെ ഭാഗ്യചിഹ്നം. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെ? ഓപ്ഷൻ സി 1ഉം 3ഉം. ആരൊക്കെയാണ്? സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ്. ആരൊക്കെയാണ്? സോഫിയ ഖുറേഷി, വ്യോമിക സിംഗ് എന്നിവരാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാൻ ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രതിരോധ ആക്രമണത്തെക്കുറിച്ച് രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വിശദീകരിക്കാൻ നിയോഗിക്കപ്പെട്ട 2 വനിതാ സൈനിക ഉദ്യോഗസ്ഥർ. എന്നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്? 2025 ഏപ്രിൽ 22. എന്നാണ്? 2025 ഏപ്രിൽ 22-നാണ് പഹൽഗാം ഭീകരാക്രമണം നടന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ ഓപ്പറേഷൻ സിന്ദൂർ നടത്തിയത് എന്നാണ്? 2025 മെയ് 7-ന്. എന്നാണ്? 2025 മെയ് 7-നാണ് പഹൽഗാം ഭീകരാക്രമണത്തിനെതിരായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ സൈനിക നടപടി ഇന്ത്യ നടത്തിയത്. 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആര്? 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? ഓപ്ഷൻ ബി പി സതീദേവി. ആരാണ്? പി സതീദേവിയാണ് 2025 കേരള വനിതാ കമ്മീഷൻ അധ്യക്ഷ. കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ആരായിരുന്നു? സുഗതകുമാരി. ആരായിരുന്നു? സുഗതകുമാരിയായിരുന്നു കേരള വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷയായിരുന്ന വ്യക്തി. കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാനപരമായ കണ്ടെത്തലുകളും കണ്ടുപിടുത്തങ്ങളും പരിഗണിച്ച് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ഓപ്ഷൻ സി ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണും. ആരൊക്കെയാണ്? ജോൺ ജെ ഹോപ്ഫീൽഡും ജെഫ്രി ഹിൻഡണുമാണ് 2024 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ. 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ്. ആരൊക്കെയാണ്? ജോൺ ക്ലർക്ക്, മൈക്കിൾ എച്ച് ഡെവോറൈറ്റ്, ജോൺ എം മാർട്ടിനസ് എന്നിവർക്കാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. എന്തിനാണ് ഇവർക്ക് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്? വൈദ്യുത സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, ഊർജ്ജ ക്വാണ്ടൈസേഷൻ എന്നിവയുടെ കണ്ടുപിടുത്തത്തിന്. എന്തിനാണ്? വൈദ്യുത സർക്യൂട്ടുകളിലെ മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക്കൽ ടണലിംഗ്, ഊർജ്ജ ക്വാണ്ടൈസേഷൻ എന്നിവയുടെ കണ്ടുപിടുത്തത്തിനാണ് 2025 ഭൗതിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം ഇവർക്ക് ലഭിച്ചത്. ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസ്സർ ചിപ്പ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ വില്ലോ. ഏതാണ്? വില്ലോ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിനെ അടിസ്ഥാനമാക്കി ഗൂഗിൾ നിർമ്മിച്ച പ്രൊസസ്സർ ചിപ്പ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകത്തിന്റെ പേരെന്ത്? ഓപ്ഷൻ ഡി ഡ്രാഗൺ. ഏതാണ്? ഡ്രാഗൺ എന്ന പേടകമാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും സുനിത വില്യംസും ബുച്ച് വിൽമോറും മടക്കയാത്രയ്ക്ക് ഉപയോഗിച്ച ബഹിരാകാശ പേടകം. 2025 കബഡി ലോകകപ്പ് വേദി ഏത്? 2025 കബഡി ലോകകപ്പ് വേദി ഏതാണ്? ഓപ്ഷൻ ബി ഇംഗ്ലണ്ട്. ഏതാണ്? ഇംഗ്ലണ്ടാണ് 2025 കബഡി ലോകകപ്പ് വേദി.
2025 കബഡി ലോകകപ്പ് ചാമ്പ്യൻസ് ആയത് ഇന്ത്യ. ഏതാണ്? ഇന്ത്യയാണ് 2025 കബഡി ലോകകപ്പ് ചാമ്പ്യൻസ് ആയത്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ചാമ്പ്യൻസ് ആയത് ഇന്ത്യയാണ്. 2025 കബഡി ലോകകപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് ആയത് ഇംഗ്ലണ്ട്. ഏതാണ്? ഇംഗ്ലണ്ടാണ് 2025 കബഡി ലോകകപ്പ് ഫസ്റ്റ് റണ്ണറപ്പ് ആയത്. പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഫസ്റ്റ് റണ്ണറപ്പ് ആയത് ഇംഗ്ലണ്ടാണ്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. ഓപ്ഷൻ ഡി ബാനു മുഷ്താഖ്. ആരാണ്? ബാനു മുഷ്താഖ് ആണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കന്നഡ എഴുത്തുകാരി. ബാനു മുഷ്താഖിന്റെ ചെറുകഥാ സമാഹാരമായ ഹാർട്ട് ലാമ്പിനാണ് പുരസ്കാരം ലഭിച്ചത്. ഏത് ചെറുകഥാ സമാഹാരത്തിനാണ്? ഹാർട്ട് ലാമ്പ് എന്ന ചെറുകഥാ സമാഹാരത്തിനാണ് ബാനു മുഷ്താഖിന് പുരസ്കാരം ലഭിച്ചത്. ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ കന്നഡ കൃതിയാണ് ഹാർട്ട് ലാമ്പ്. എന്താണ്? ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ആദ്യത്തെ കന്നഡ കൃതിയാണ് ഹാർട്ട് ലാമ്പ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസുപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസുപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ ഏതെല്ലാം? ഓപ്ഷൻ സി സാരഥി പ്രവാഹ്. ഏതൊക്കെയാണ്? സാരഥി പ്രവാഹ് എന്നിവയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അകത്തും പുറത്തും കടലാസുപയോഗം കുറയ്ക്കുന്നതിനുള്ള ഡിജിറ്റൽ പദ്ധതികൾ. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? ഓപ്ഷൻ സി ഗുജറാത്ത്. ഏതാണ്? ഗുജറാത്ത് ആണ് സ്വന്തമായി ഉപഗ്രഹം നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം.